നമുക്ക് ചാപ്റ്റർ 2 വെക്റ്റർ ഫീൽഡ്സിലേക്ക് വരുമ്പം നമുക്ക് രണ്ട് കാര്യമാണ് അറിയാനുള്ളത്. വെക്ടറും വെക്റ്റർ ഫീൽഡും വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് ഡെഫിനിഷൻസ് ആണ്. നമ്മൾ 2 ഡയമെൻഷനിൽ ചെയ്യുന്ന കാര്യം തന്നെ 2 ഡയമെൻഷനിൽ നമുക്കൊരു പോയിന്റ് XY പ്ലെയിനിലാണെന്ന് വിചാരിക്കട്ടെ. നമുക്കിപ്പോൾ XY എന്ന് പറയത്തില്ല, X1 X2. ഇത് X1 ആക്സിസ്, ഇത് X2 ആക്സിസ്. ഇവിടെ ഒരു പോയിന്റ് 1 3 ഉണ്ടെങ്കിൽ 1 3 ഏകദേശം ഇവിടെയാണ്. അപ്പോൾ ആ പോയിന്റിനെ 1 3 എന്ന് പറയുന്നതിന് പകരം നമുക്കതിന് ഓരോരു വെക്ടർ സങ്കല്പിക്കാം. ഏതാണ് വെക്ടർ? നമ്മൾ സങ്കല്പിക്കേണ്ട വെക്ടർ ടെയിൽ ഒറിജിനിലും ഹെഡ് 1 3 എന്ന് പറയുന്ന പോയിന്റിലുള്ള വെക്ടർ. ഇത് X1 X2 പ്ലെയിനിലാണെന്ന് വിചാരിക്കേണ്ട. ഇത് എൻ ട്യൂപ്പിൾ, ഇത് ഓർഡേർഡ് പെയർ X1 X2 1 3 എന്ന് പറയുന്നതിന് വരെ ഓർഡേർഡ് പെയർ X1 X2, അതിനെ V എന്ന് ഡിനോട്ട് ചെയ്യാം. ഓർ as an extension the n+1 vector V equal to X1 X2 etc. Xn+1. ഈ പറഞ്ഞ പോലെ ഈ വെക്ടറിനെ നമുക്ക് ടെയിൽ ഒറിജിനിലുള്ള ഹെഡ് ഈ പോയിന്റ് ആയിട്ടുള്ള ഒരു വെക്ടറായിട്ട് സങ്കല്പിക്കാം. അത് ഒരു പോയിന്റ് പറയുമ്പോൾ നമ്മളുടെ യൂഷ്വൽ ആയിട്ടുള്ള ഒരു സങ്കല്പമായിരുന്നു. നൗ ദിസ് വെക്ടർ ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ടു അനദർ പോയിന്റ്. ഇതേ വെക്ടറിനെ തന്നെ ഞാൻ ഇവിടെ ഒരു പോയിന്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇതേ വെക്ടറിനെ തന്നെ, അപ്പോൾ ഈ വെക്ടർ ഇരിക്കുന്നത് പോലെ ആ വെക്ടർ ഒറിജിനിലല്ല ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒറിജിൻ സങ്കല്പിക്കുന്നത് ആദ്യം. ഇത് ഒറിജിൻ ആണെങ്കിൽ ഒറിജിനിൽ ഇത് X2 ആക്സിസ്, ഇത് X1 ആക്സിസ്, അതെന്ത് ഇൻക്ലിനേഷനിലാണോ ഇവിടെ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഒറിജിനിൽ നിന്ന് അത്രയും ഡിസ്റ്റൻസിൽ ഈ കാണുന്ന വി എ നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ദിസ് ഇസ് പി. ഈ പോയിന്റ് പിയിലേക്ക് ഈ വി എ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് പിയിൽ ഉപയോഗിച്ചു വി എ കൊണ്ട് പി വി എന്നാണ് എഴുതുക. അത് വെക്ടർ നൊട്ടേഷനിൽ വി ബോൾഡാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരിക. നമ്മളിപ്പോൾ നമുക്ക് ബോൾഡ് പിന്നെ എഴുതിക്കൊണ്ടിരുന്നാലും നമുക്കത് തിരിച്ചറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ വി ബാർ എന്ന് ഉപയോഗിക്കും. പോയിന്റിനെ ആദ്യത്തേതിനെ വി എന്ന് വിളിക്കും, പിന്നെ വെക്ടറിനെ വി ബാർ ഈക്വൽ ടു പി വി എന്ന് ഡിനോട്ട് ചെയ്യും. ദാറ്റ് ഈസ് എ വെക്ടർ അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിൽ വെക്ടറിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെക്കുന്നതാണ് വെക്ടർ അറ്റ് എ പോയിന്റ്. അതേ പോയിന്റ് പിയിൽ തന്നെ നമുക്ക് എത്ര വെക്ടേഴ്സിനെ വേണമെങ്കിലും കൊടുക്കാം. പിയിൽ ഇപ്പം ഞാൻ 1 3 അല്ലേ ആദ്യം പറഞ്ഞത്, 1 2 വേണേൽ കൊടുക്കാം, 1 1 കൊടുക്കാം. അപ്പോൾ അതെല്ലാം പിക്ക് ചുറ്റും അങ്ങനെ പല വെക്ടേഴ്സിനെ ഇപ്പം നമ്മൾ ഈ ഒരു പോയിന്റിനെ കൊടുത്തുള്ളൂ, ഈ കാണുന്ന ഒരു X1 X2നെ. അപ്പോൾ ഒറിജിനിൽ നിന്ന് നമുക്ക് പറയാവുന്ന എല്ലാ വെക്ടേഴ്സിനെയും ഇവിടേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇത് ഒറിജിൻ പോലെ വർക്ക് ചെയ്യും. അപ്പോൾ ഒരു പുതിയ വെക്ടർ സ്പേസ് തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ പി എ ഒറിജിൻ പോലെ കാണുന്നു, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് തന്നെയാണ് ഉണ്ടാകുന്നത്. ഒറിജിൻ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സാധാരണ Rn+1 പറയുന്ന ഇത് R2, അത് Rn+1 എക്സ്റ്റെൻഡ് ചെയ്യുക. Rn+1 പറയുന്നത് എന്താണോ അതൊക്കെ ഇവിടെ പിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. സോ ദാറ്റ് വെക്ടർ സ്പേസ് ഈസ് ഡിനോട്ടഡ് ബൈ പിയിലുണ്ടായ ആ വെക്ടേഴ്സിൻ്റെ കളക്ഷനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ Rpn+1 എന്നുള്ള നൊട്ടേഷനാണ്. Rn+1 ഒറിജിനിൽ ഉണ്ടായിരുന്നത് പിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. സോ Rpn+1. Rpn+1 വെക്ടേഴ്സിനെ എഴുതണമെങ്കിൽ വി ബാർ, വേറെ ഒരെണ്ണം വേണമെങ്കിൽ W ബാർ എക്സെട്ര. ദേ ആർ ദ എലമെന്റ്സ് ഓഫ് Rpn+1. അപ്പോൾ വിയും W ഒക്കെ ഒറിജിനിൽ എന്ന് പറയുന്ന വെക്ടേഴ്സ്, അതിനെ എടുത്ത് പി വെച്ചതാണ് Rpn+1 വെക്ടേഴ്സ് എന്ന് ഓർക്കുക. ഇതൊരു വെക്ടർ സ്പേസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ Rpn+1 പി ടെയിലായിട്ടുള്ള 2 വെക്ടേഴ്സിനെ ആഡ് ചെയ്യാനേ നമുക്കിവിടെ പറ്റത്തുള്ളൂ. ഈ സ്പേസിൽ Rpn+1 പി ടെയിലായിട്ടുള്ള 2 വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. വെക്ടർ വി ട്രാൻസ്ലേറ്റഡ് ടു പി ഈസ് ഡിനോട്ടഡ് ബൈ വി ബാർ or bold letter V, and it is the vector of Rpn+1. Any vector V which has tail at origin and head at the selected point can be translated to P, and it forms the collection of all such vectors forms the vector space Rpn+1. If we have 2 vectors in Rpn+1, അപ്പോൾ V ബാറിന് പിയിൽ വി എ കൊണ്ടുവന്ന് വെച്ചത്, W ബാറിന് ഒറിജിനിൽ നിന്ന് തന്നെയുള്ള വേറൊരു വെക്ടർ ഇതായിരിക്കും W. ഈ ഡബ്ല്യുവിനെ കൊണ്ട് ഇവിടെ വെക്കാം. ഇത് ഒറിജിനിൽ ഏതാ ഇൻക്ലിനേഷനിലാണോ ഇരിക്കുന്നത്. അപ്പോൾ പിയിൽ ഇങ്ങനെ ആക്സിസ് സങ്കല്പിച്ചിട്ട് നമുക്ക് ഈ വെക്ടറിനെ ഇവിടെ കൊണ്ടുവെക്കാം. ഇതാണ് നമ്മുടെ പി ഡബ്ല്യു അല്ലെങ്കിൽ
ഡബ്ല്യു ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ആർ പി എൻ പ്ലസ് വണ്ണിലെ രണ്ട് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പറേഷൻസ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ വി ഡബ്ല്യു ബാർ പി ഡബ്ല്യു, അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ വി ബാർ പ്ലസ് ഡബ്ല്യു ബാർ ഈക്വൽ ടു പി വി പ്ലസ് പി ഡബ്ല്യു ആണ്. പി വി പ്ലസ് പി ഡബ്ല്യു ആണ്. അതും എങ്ങനെയായിരിക്കണം? പിയിൽ തന്നെ പറയത്തുള്ളൂ. ഇവിടെ ഇത് തമ്മിൽ ആഡ് ചെയ്യുകയും ചെയ്യും. വി പ്ലസ് ഡബ്ല്യു എന്നുള്ള വെക്ടറിനെ പിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആണ്. പിന്നെ അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ സി വി ബാർ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതും സി പി വരത്തില്ല, പിയിലുള്ള വെക്ടേഴ്സേ പറ്റത്തുള്ളൂ. പി സി വി എന്നുള്ളതായിരിക്കും വി ബാറിലെ വെക്ടർ പാർട്ടാണ്. അതെടുത്ത് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ അത് പിയിലെ വെക്ടറായിട്ടേ നിൽക്കത്തുള്ളൂ. അപ്പോൾ പി സി വി എന്ന് പറയുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ റൂള്. കുറേ എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ബേസിസ് ഒക്കെ പറയാൻ സാധിക്കും. കുറേ എണ്ണം ഉണ്ടെങ്കിൽ നല്ല കുറേ എണ്ണം ഉണ്ട്. V1 V2 എക്സെട്ര Vn+1 അത് Rn+1 ഒരു ബേസിസ് ആണെങ്കിൽ അത് വെക്ടർ സ്പേസിലെ നമ്മുടെ കൺസെപ്റ്റാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് PV1 ഫോം ചെയ്യാം, PV2 എക്സെട്ര PVn+1. നമ്മൾ V1 ബാർ V2 ബാർ എക്സെട്ര Vn+1 ബാർ എന്ന് ഡിനോട്ട് ചെയ്യുന്ന വെക്ടേഴ്സ് ദേ ഫോം എ ബേസിസ് ഫോർ Rpn+1. Rn+1ൻ്റെ ബേസിസിലെ വെക്ടേഴ്സിനെ പിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. Rpn+1ന് ബേസിസ് ഉണ്ടാക്കാം എന്നാണ് പറയാം. അപ്പോൾ പിയിലുള്ള ഇവിടെ ഒരെണ്ണം നിൽക്കുകയും വേറൊരെണ്ണം ഇവിടെ നിൽക്കുകയും ചെയ്താൽ നമുക്ക് ആഡ് ചെയ്യത്തില്ല. Rpn+1ലെ ഈ പറഞ്ഞ അഡീഷനൊക്കെ പി എന്ന് പറയുന്ന പോയിന്റ്, അഡീഷനും ഈ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും നമ്മളിപ്പോൾ പറഞ്ഞ ബേസിസും എല്ലാം പിയിൽ ടൈലുള്ള പോയിന്റ്സിന് മാത്രമേ ഉള്ളൂ. Rpn+1ലെ അല്ലാത്ത രണ്ട് വെക്ടേഴ്സിനെ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യത്തില്ല. ഡോട്ട് പ്രോഡക്റ്റ് ആകുമ്പോൾ അപ്പോഴും ഇതേ പറ്റുള്ളൂ. പി വി ഡോട്ട് പി ഡബ്ല്യു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പിക്ക് റെലവൻസ് ഇല്ലാതെ പോയി. പി വി ഡോട്ട് പി ഡബ്ല്യു ഈക്വൽ ടു വി ഡോട്ട് ഡബ്ല്യു. വി ബാർ അല്ല, ഈ കാണുന്ന വി എൻ ഡബ്ല്യുവും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ Rpn+1ലെ ഡോട്ട് പ്രോഡക്റ്റ് ആവും വി ഡോട്ട് ഡബ്ല്യു. ഡോട്ട് പ്രോഡക്റ്റിൻ്റെ റൂള് അങ്ങനെയായിരിക്കും. ഇനി ഒരു കർവിൻ്റെ ലെന്ത്, ഒരു വെക്ടറിൻ്റെ ലെന്ത് വി ബാർ ഈക്വൽ ടു പി വി എന്ന് പറയുന്ന വെക്ടറിൻ്റെ ലെന്ത്, അല്ലെ മോഡ് വി ബാർ എന്ന് നമ്മൾ പറയുന്നത്. മോഡല്ല, നോം എന്ന് എഴുതാറുണ്ട് അല്ലേ. നോം വി ബാർ ഈക്വൽ ടു, അതെന്താ? വി ബാർ ഈക്വൽ ടു പി വിയുടെ ലെന്താ. ലെന്തിന് വ്യത്യാസമുണ്ടോ? ഇത് തന്നെ എടുത്ത് അങ്ങോട്ട് വെച്ചെന്നല്ലേ ഉള്ളൂ. അപ്പോൾ വിയുടെ ലെന്ത് തന്നെയാണ്. ഡിഫൈൻഡ് ആസ് റൂട്ട് ഓഫ് വി ഡോട്ട് വി ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ഡോട്ട് വി. വി ബാർ വേണ്ട. അപ്പോൾ നമുക്ക് ഈ വെക്ടറിൻ്റെ ലെന്ത് ഒന്നാമെന്ന് അറിയാമായിരുന്നു. ഈ വെക്ടറിൻ്റെ ലെന്ത് കിട്ടാൻ വി ഡോട്ട് വി, വി ബാർ ഡോട്ട് വി ബാർ അല്ല, വി ഡോട്ട് വി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സിമിലർലി ക്രോസ് പ്രോഡക്റ്റ് പി വി പി ഡബ്ല്യുവിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് പി വി ക്രോസ് പി ഡബ്ല്യു ആണ് നമുക്ക് വേണ്ടതെങ്കിൽ, പി വി ക്രോസ് പി ഡബ്ല്യു ആണ് വേണ്ടതെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് പറഞ്ഞപ്പം പിക്ക് പ്രാധാന്യം ഇല്ലാതായി. ഡോട്ട് പ്രോഡക്റ്റ് ഒരു വെക്ടർ അല്ല. ക്രോസ് പ്രോഡക്റ്റ് പറയുമ്പോൾ അതൊരു വെക്ടറാണ്. ഇവിടെ പറയുന്ന വെക്ടേഴ്സ് ഒക്കെ Rpn+1ലായിരിക്കണം, പിയിൽ ടൈലുള്ളതായിരിക്കണം. അപ്പോൾ പി വി ക്രോസ് ഡബ്ല്യു. Rpn+1ലെ വെക്ടേഴ്സ് എടുത്ത് ഓപ്പറേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന റിസൾട്ട്സ്, അഡീഷൻ ആണെങ്കിലും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഡോട്ട് പ്രോഡക്റ്റ് സ്കെയിലറാണ്, വെക്ടർ അല്ല. വെക്ടർ കിട്ടുന്ന റിസൾട്ടിലൊക്കെ നമുക്ക് പിയിൽ ടൈൽ നിൽക്കുന്ന റിസൾട്ടുകൾ വേണം. അപ്പോൾ അത് പി വി ക്രോസ് ഡബ്ല്യു എന്നാവും ഇതിൻ്റെ വാല്യൂ. ഡോട്ട് പ്രോഡക്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ആംഗിൾ ലെന്ത് ഡിഫൈൻ ചെയ്തു. അതുപോലെ നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് വി ആൻഡ് ഡബ്ല്യു കാൽക്കുലേറ്റ് ചെയ്യാം. ആംഗിൾ കോസ് തീറ്റ ഈക്വൽ ടു ഡിഫൈൻ ചെയ്യാറുള്ള എ ബിയുടെ വെക്ടർ എ വെക്ടർ ബിയുടെ ആംഗിൾ പറയുന്ന പോലെ തന്നെ വി ഡോട്ട് ഡബ്ല്യു ഡിവൈഡഡ് ബൈ നോം വി നോം ഡബ്ല്യു, നോം വി ബാർ വി ബാർ ഡോട്ട് ഡബ്ല്യു ബാർ ഡിവൈഡഡ് ബൈ, പക്ഷേ വി ബാർ ഡോട്ട് ഡബ്ല്യു ബാർ എന്ന് പറഞ്ഞാൽ വി ഡോട്ട് ഡബ്ല്യു എടുക്കുന്ന പോലെ ഉള്ളൂ, ഡിവൈഡഡ് ബൈ ലെന്ത് ഓഫ് വി ലെന്ത് ഓഫ് ഡബ്ല്യു എന്നാവും. വിയുടെയും വി ബാറിൻ്റെ ആവശ്യമില്ല, വിയുടെയും വി ബാറിൻ്റെയും ലെന്ത് ഒന്നായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ആൻഡ് ദാറ്റ് ആംഗിൾ തീറ്റ ലൈസ് ബിറ്റ്വീൻ 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. തീറ്റയ്ക്കും പൈക്കും ഇടയ്ക്കായിരിക്കും ഈ ആംഗിൾ നമ്മൾ പറയാം. ഇത് വെക്ടർ അറ്റ് എ പോയിന്റ് പി. കളക്ഷൻ ഓഫ് ഓൾ വെക്ടേഴ്സ് അറ്റ് ഒരു വെക്ടറിനെ പിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് കാണിച്ചു. അങ്ങനെ
ടെയിൽ ഒറിജിനായിട്ട് പറയുന്ന ഏത് വെക്ടറിനെ വേണേലും പിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതെല്ലാം കൂടെ ചേർന്ന് RPn+1 ഉണ്ടാകും. RPn+1ലെ ഓപ്പറേഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഈ പറഞ്ഞത് വെക്ടർ. നൗ വി മൂവ് ടു വെക്ടർ ഫീൽഡ്. ഇത് ഒരു പിയിലേക്ക് ഒറിജിൻ ടെയിലായിട്ടുള്ള പല വെക്ടേഴ്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇനി വെക്ടർ ഫീൽഡ് പറയുമ്പം വെക്ടർ ഫീൽഡ് is denoted by this symbol. Vector field is denoted by the symbol x bar. ഇതൊരു ഫംഗ്ഷൻ ആണ് ശരിക്കും. ആൻഡ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം Rn+1. Rn+1ൽ മുഴുവൻ ഉണ്ടാവണമെന്നില്ല. U സബ്സെറ്റ് ഓഫ് Rn+1. And the function assigns to each point of U a vector at that point. യുവിലെ ഓരോ പോയിന്റിനും ഒരു വെക്ടറിനെ അസൈൻ ചെയ്യുന്നു. അതാണ് വെക്ടർ ഫീൽഡിൻ്റെ പ്രത്യേകത. ആൻഡ് വി ക്യാൻ റൈറ്റ് ദ അസൈൻമെൻറ്റ് ബൈ എക്സ് ബാർ ഓഫ് പി ഈക്വൽ ടു എന്താ, പിയിലൊരു വെക്ടറിനെ അസൈൻ ചെയ്യുന്നു, പി എക്സ് ഓഫ് പി. അപ്പോൾ ഇത് എവിടുത്തെ റിസൾട്ടാ? Rpn+, ഇത് Rn+1ൻ്റെ സബ്സെറ്റാണ്. യു സബ്സെറ്റ് ഓഫ് Rn+1, യു സബ്സെറ്റ് ഓഫ് Rn+1. U is a subset of Rn+1, U subset of Rn+1, and the result is in Rpn+1. പിയിലുള്ള ഒരു വെക്ടറിനെയാണ് ഈ ഫംഗ്ഷൻ അസൈൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ പി എക്സ് ഓഫ് പി. എക്സ് ഈസ് ഡിഫൈൻഡ് ഫ്രം, എക്സ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം യു ടു, എക്സ് ബാർ അല്ല, എക്സ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം യു ടു Rn+1. x bar u to Rpn+1. x is a function from u to Rn+1. Rn+1ലെ ഒരു വെക്ടറാണ് അസൈൻമെൻ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ വെക്ടർ ഫീൽഡ് എന്താണെന്ന് പറയാൻ ഈ ഫംഗ്ഷൻ മതി. ഈ ഫംഗ്ഷൻ അറിഞ്ഞ പി എക്സ് ഓഫ് പി എന്ന് പറഞ്ഞ് നമുക്ക് വെക്ടർ ഫീൽഡിനെ കൊടുക്കാൻ സാധിക്കും. പ്രോബ്ലംസ് കാണുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു പ്രോബ്ലം നിങ്ങൾ ബുക്കിലും കണ്ടിട്ടുണ്ട്, വായിച്ചിട്ട് കാണും. ഇപ്പം എക്സ് ഓഫ് പി ഈക്വൽ ടു 1 0 ഇൻ R2ൽ നമ്മൾ Rpn+1 പറഞ്ഞപ്പം വെക്ടർ ഒറ്റ പോയിന്റ്, അതൊരു പിയിലാണ് എല്ലാ വെക്ടേഴ്സിനും കൊടുക്കുക. ഇതങ്ങനെയല്ല, ഏത് പിയിൽ വേണമെങ്കിലും കൊടുക്കാം. ഏത് പിയിലാണെങ്കിലും 1 0 കൊടുക്കും. അപ്പോൾ നമ്മളുടെ 2 ഡയമെൻഷണൽ പ്ലെയിൻ ഇവിടെ ഉണ്ട്. ഞാൻ ഈ വെക്ടർ എടുത്തു. 1 0 ഏതാ? 1 0 എന്ന് പറയുന്ന ഇതല്ലേ 1 0. 1 0 എന്ന് പറയുന്ന വെക്ടർ ഒറിജിനിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുന്നതാണ് നമ്മുടെ 1 0. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള വെക്ടർ. അപ്പോൾ ഈ പോയിന്റിൽ ഇത് 1 ആണെന്നൊന്നുമില്ല. ഈ പോയിന്റിൽ എന്നാ ചെയ്യണം? റൈറ്റിലേക്ക്, ഇത് ഒറിജിനാണ് എന്ന്, ഇവിടെ ഒറിജിനാണ് എന്ന് വിചാരിച്ച് വേണം നമ്മൾ പോകാൻ. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈനിൽ 1 യൂണിറ്റ് മൂവ് ചെയ്യണം. ഇവിടെ ഒരു പോയിന്റ് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഒറിജിനാണ് എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഹൊറിസോണ്ടൽ ലൈൻ ഇതാണ്, അവിടെ 1 യൂണിറ്റ് മൂവ് ചെയ്യുക. ഇത് വരയ്ക്കണം എന്നില്ല, നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. ഇവിടെയാണ് പോയിന്റെങ്കിൽ ഇത് ഒറിജിനാണ്. അപ്പോൾ ഇവിടെ പോകുന്ന ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മൾ ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു. ഇതാണ് എക്സ് ബാർ ഓഫ് പി ഈക്വൽ ടു എക്സ് ഓഫ് പി ഈക്വൽ ടു 1 0, എക്സ് ഓഫ് പി ഈക്വൽ ടു 1 0. ഓരോ പിയിലും കൊടുക്കുക എക്സ് ഓഫ് പി. ഇത് പി ആകുമ്പം പി 1 0, ഇത് പി ആകുമ്പം ഈ പിയിൽ 1 0 കൊടുത്തു, ഇത് പി ആകുമ്പം ആ പിയിൽ 1 0 കൊടുത്തു. അതാണ് പി എക്സ് പി. ഏതാണോ പി ആ പിയിൽ കൊണ്ട് എക്സ് ഓഫ് പി എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 0 കൊടുത്തു. ഇതിപ്പോൾ ഇവിടെ എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള 1 0 ആണ് കൊടുത്തത്. അങ്ങനെ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. എക്സ് ഓഫ് പി പി ആയിട്ട് കൊടുക്കുന്ന എക്സ് ഓഫ് പി ഈക്വൽ ടു പി അങ്ങനെ കൊടുക്കുന്ന ഇത് എക്സ് ബാർ അല്ല, എക്സ് ഓഫ് പി ഈക്വൽ ടു പി. അപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ. നമുക്ക് 1 1 ഉണ്ടെന്ന് വിചാരിക്കുക. 1 1 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. 1 1 എന്ന പോയിന്റ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? പി തന്നെ ഇവിടെ കൊടുക്കണം. ഇതാണ് പി. അപ്പോൾ 1 1ൻ്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതിനെ ഒറിജിനായിട്ട് വിചാരിക്കുക. അപ്പോൾ ഇതിനെ ബൈസെക്റ്റ് ചെയ്യുന്ന ലൈനിൽ 1 യൂണിറ്റ് മൂവ് ചെയ്യുക. ഇതാണ് 1 1ൽ നമുക്ക് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന പോയിന്റ് ഏതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. 1 യൂണിറ്റ് ഇവിടേക്കും, ഇത് 2 2 ശരിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ അടുത്ത അസൈൻമെൻറ്റ് എന്നായും 2 2 എന്ന് പറയുന്നത് ഇത്രയും നീളമുണ്ട്. അപ്പോൾ
ഇതിൻ്റെ ഇരട്ടി നീളമുള്ള ഇതേ ലൈനിൽ തന്നെ ഇതിൻ്റെ ഇരട്ടി നീളമുള്ള ഒരു വെക്ടർ ഫോം